വിഴിഞ്ഞത്ത് ദേവിക പറഞ്ഞ പോലെ ഈ ഒരുക്കങ്ങൾ പൊടിപിടിക്കുകയാണ്. അവിടെ പ്രജിത്തും ടിൻഡു ഉണ്ട്. നേരെ വിഴിഞ്ഞത്തെ ഉദ്ഘാടന പന്തലിലേക്ക് ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രം. പ്രജിത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദേവിക, തീർച്ചയായിട്ടും അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു ദൃശ്യം തരാൻ സാധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കപ്പലിൽ നിന്നും ഏതാണ്ട് കഷ്ടിച്ച് 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ അകലെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ സാൻ ഫെർണാണ്ടോ നങ്കൂരമിട്ട് കിടക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു പ്രധാന ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ എന്താണ് തുറമുഖം എന്ന് നമ്മൾ ഇത്രയും ദിവസം ഒരു പക്ഷേ പുറത്തു നിന്നും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അടി അകലെ നിന്നും ഒക്കെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് തന്നെ തുറമുഖത്തിനകത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കപ്പലിന് അടുത്ത്, അതായത് കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന അതിന് തൊട്ടടുത്തുള്ളതാണ് ഷോർ ക്രെയിനുകൾ. അതിന് സമീപത്തായിട്ടുള്ളത് യാർഡ് ക്രെയിനുകളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇത് സംസാരിക്കുന്നതാണ്. എന്താണ് ഈ ക്രെയിനുകൾ അല്ലെങ്കിൽ ഈ ക്രെയിനുകളുടെ സവിശേഷത എന്താണ്, ഈ ക്രെയിനുകൾ എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിലൊരു ദൃശ്യം കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ആദ്യം കാണാം. കപ്പൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏതാണ്ട് 100-200 മീറ്റർ അല്ലെങ്കിൽ അത്ര വ്യത്യാസം, 100 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. കപ്പൽ വലിയ ഭീമാകാരമായിട്ടുള്ള സാൻ ഫെർണാണ്ടോ ചരക്കുകളുമായിട്ട് കിടക്കുന്നത് കാണാം. കണ്ടെയ്നറുകളൊക്കെ ഇന്നലെ തന്നെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് സാൻ ഫെർണാണ്ടോയിൽ ഏതാണ്ട് 5000-ഓളം കണ്ടെയ്നറുകളാണുള്ളത്. അതിൽ 2000 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം തീരത്ത് ഇറക്കേണ്ടിയുള്ളത്. അപ്പോൾ ഇന്നലത്തോടു കൂടി തന്നെ ഭൂരിഭാഗം കണ്ടെയ്നറുകളും തീരത്ത് ഇറക്കി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയുള്ളത് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന പരിപാടികൾക്കായിട്ട് കുറച്ച് കണ്ടെയ്നറുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഒരു വാട്ടർ സല്യൂട്ട് ഉണ്ട്, ഒരു ഫ്ലാഗ് ഓഫ് കർമ്മമുണ്ട്. അപ്പോൾ അതിന് കഴിഞ്ഞതിന് ശേഷം കണ്ടെയ്നർ ഇറക്കുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം കണ്ടെയ്നറുകൾ അതിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ഒരുക്കങ്ങളും ഒക്കെ സജ്ജീകരണമാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി, പൗരപ്രമുഖർ തുടങ്ങിയവരൊക്കെ ഇവിടെ എത്തും. അതുകൊണ്ട് 1000-ലധികം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് 12 മണിയോടുകൂടി കപ്പലിന് തീരം വിടണം. കപ്പൽ യൂറോപ്പിലേക്കായിരിക്കും തിരികെ മടങ്ങുന്നത്. നമ്മളെ കൂടെ പ്രജിത്തുണ്ട്. പ്രജിത്ത്, ഒരുപക്ഷെ ഞാനും പ്രജിത്തും രാവിലെ ഞങ്ങൾ ആദ്യം വന്ന് കപ്പലിന് മുന്നിലാണ് നിന്നത്. അവിടെ നിന്ന് നമ്മളെ തിരികെ ഇറക്കി വിടുകയായിരുന്നു. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രജിത്തിലോട്ട് പോയി. പ്രജിത്ത്, എന്താണ് നമുക്ക് ഇവിടുത്തെ ഒരു തൊഴിൽ സാധ്യത നമുക്ക് എങ്ങനെയാണ് പങ്കുവെക്കാൻ സാധിക്കുന്നത്? അത് പറയുന്നതിന് മുമ്പ് പ്രതിഭ രാവിലെ ഒരു കേസിനുള്ള വകയൊക്കെ ഏകദേശം എത്തിയിരുന്നു. കാരണം ഞങ്ങൾ എത്തിയത് കപ്പലിന്റെ തൊട്ടടുത്ത ഒരു വാഹനത്തിലെത്തി. അത് ഇവിടുത്തെ സെക്യൂരിറ്റീസിന്റെ നിർദ്ദേശങ്ങൾ കുറച്ച് അവർ തെറ്റായി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ എത്തിയത്. എന്തായാലും കപ്പലിന്റെ തൊട്ടടുത്ത് എത്താൻ കഴിയുമ്പോൾ ടിൻഡു ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ തൊഴിൽ സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3 ലക്ഷത്തോളം പരോക്ഷ തൊഴിൽ സാധ്യതകൾ വരെ ഈ 3-ാം ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു കണക്കുകൂട്ടൽ. അത് വിസിൽ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. എന്തായാലും ഈ തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയുടെ തെക്കൻ ഭാഗങ്ങളിലുമൊക്കെ കന്യാകുമാരി ജില്ലയോടും ഒക്കെ ചേർന്ന് തന്നെ ഒട്ടനവധി പുതിയ തൊഴിലവസരങ്ങൾ, ബിസിനസ്സുകൾ, വ്യവസായ സംരംഭങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്രെയിൻ സർവീസ് സെന്ററുകൾ, റെഫ്രിജറേറ്റർ സ്റ്റോറുകൾ, അങ്ങനെയുള്ള ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ കഴിയും. അതുപോലെ ഈ അദാനി സീപോർട്ട് ലിമിറ്റഡ് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. അങ്ങനെ പല മേഖലകളിൽ, ഷിപ്പിംഗ് മേഖലകളിൽ, ഷിപ്പിംഗ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട, കപ്പലിന്റെ സാങ്കേതിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട, ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇത്തരം സംവിധാനങ്ങൾ, അത് ക്രെയിനുകൾ പോലെ, ഷിപ്പുകൾ പോലെയുള്ള സംവിധാനങ്ങൾ, അതിന്റെ സാങ്കേതിക വശങ്ങൾ പഠിപ്പിക്കുകയും അതൊക്കെ റിപ്പയർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ, സ്റ്റോറേജ് ഫെസിലിറ്റികൾ, അങ്ങനെ ഒട്ടനവധി വലിയൊരു വ്യാവസായിക വിപ്ലവത്തിന് തന്നെ തിരുവനന്തപുരത്തിന്റെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിന് വിഴിഞ്ഞം സംഭാവന ചെയ്യുമെന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും ഇതിന്റെ ഒരു ഔദ്യോഗിക ട്രയൽ റൺ ഉദ്ഘാടനത്തിന് ഇനി അരമണിക്കൂർ മാത്രമാണുള്ളത്. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അടക്കമുള്ളവർ ഉടൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അവർ ആദ്യം ഈ ഷിപ്പിന് ഔദ്യോഗികമായി വെൽക്കം നൽകും, ഒരു വാട്ടർ സല്യൂട്ട് ഉണ്ടാകും. അതോടൊപ്പം തന്നെ അതിനുശേഷം ഷിപ്പിൽ നിന്ന് കുറച്ച് കണ്ടെയ്നറുകൾ, ടിൻഡു പറഞ്ഞതുപോലെ ഏതാണ്ട് പൂർണ്ണമായും കണ്ടെയ്നറുകൾ ഇറക്കി കഴിഞ്ഞു. ബാക്കിയുള്ള കണ്ടെയ്നറുകൾ അല്പസമയത്തിനുള്ളിൽ അതും ഇറക്കി കഴിഞ്ഞ് 12 മണിയോടെ കപ്പൽ ഈ തീരം വിടുന്ന രീതിയിൽ, വിഴിഞ്ഞം പോർട്ട് വിടുന്ന രീതിയിലാണ് നിലവിൽ ഈ ഉദ്ഘാടന പരിപാടികളും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിന്, കേരളത്തിന് പുതിയൊരു തിലകക്കുറിയായി വിഴിഞ്ഞം മാറാൻ അതിന്റെ ഔദ്യോഗികമായ ഒരു നാന്ദി കുറിക്കലിന്, ട്രയൽ റണ്ണിന് നാന്ദി കുറിക്കൽ അത് തുടരുകയാണ്. അല്പസമയത്തിനകം അതിന്റെ തത്സമയ സംപ്രേഷണങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. പ്രദീപ.
മറ്റ് ഐസനും ശാലിനിയും ഒക്കെ എവിടെയാണ് എന്നുള്ളത് അറിയണം. അതുപോലെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദർഷിപ്പ് ടിൻറ്റു ദാസ് വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോയ ഒരു സുപ്രധാന വിവരമുണ്ട്. ഞാൻ ധരിച്ചിരുന്നത് ഈ 2000 കണ്ടെയ്നറുകളാണ് ആകെ ഇതിലുള്ളതെന്നാണ്. ഈ സാൻ ഫെർണാണ്ടോയിൽ 5000-ഓളം കണ്ടെയ്നറുകളുണ്ട്. അതിൽ 2000 മാത്രമാണ് ഇവിടെ ഇറക്കുന്നത്. അത് പിന്നെ മുന്നോട്ട് പോവുകയാണ് കൊളംബോ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ ഒരു മദർഷിപ്പിന്റെ വലിപ്പം ആലോചിക്കുക, ഒന്നത്. രണ്ട്, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഈ 12 മണിയോടുകൂടി കൊളംബോയിലേക്ക് തിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നാളത്തേക്ക് അത് മാറ്റി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ പ്രജിത്ത്, ഇതിനിടയ്ക്ക് ഇപ്പോൾ സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ ആധാറിന്റെ ഒരു കോപ്പി ഒന്ന് വാട്സപ്പിൽ അയച്ചേക്കും. എനിക്ക് പരിചയമുള്ള 1-2 അഭിഭാഷകരുണ്ട്, അവർ മുൻകൂട്ടി തന്നെ അറിയിച്ചേക്കാം ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ അത്രയും ശക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കേണ്ടത് വളരെ ശക്തമാണ്, പക്ഷെ അതിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടാവും. ഇത് 2 തരത്തിലാണ്. ഒന്ന്, ഒരു പോർട്ട്, ഒരു വിമാനത്താവളമാവട്ടെ തുറമുഖമാവട്ടെ അങ്ങേയറ്റത്തെ സെക്യൂരിറ്റി ഉള്ള ഒരു സംവിധാനം. അതിനൊപ്പം ഇന്ന് VIP വിസിറ്റും കൂടിയുണ്ട്. അപ്പൊ അതിനുള്ള പിന്നെ ഇത് ഓപ്പറേഷണൽ ആകുന്നേ ഉള്ളൂ എന്ന് നാം ഓർക്കണം. ഇതുവരെ അവിടെ കൃത്യമായ ID കാർഡ് പാസും ഉള്ളവർ മാത്രമാണ് അതിനകത്തേക്ക് കടക്കുന്നത്. അവിടുത്തെ ജീവനക്കാർ, നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ, അല്ലെങ്കിൽ പോർട്ടിന്റെ അധികൃതർ. പുറത്തു നിന്നുള്ളവർ ഇന്നാണ് വലിയ തോതിൽ അങ്ങോട്ട് ചെല്ലുന്നത്. അതിന്റെ നിയന്ത്രണത്തിലും വന്ന ചില ആശയക്കുഴപ്പം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് വളരെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ എപ്പോ അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മറ്റുള്ളവർ തയ്യാറാണോ ലക്ഷ്മി? അപ്പൊ പ്രജിത്തും ടിൻഡുവിലേക്കും തന്നെയാണ്. അപ്പോൾ ഐസനൊക്കെ ഇപ്പോഴും ഏതൊക്കെയോ ഗേറ്റിലൂടെ കയറാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. എന്താണ്, ഐസനും ശാലിനിയും ഒക്കെ സുരക്ഷിതരാണോ, അതോ അവരെയും ഏതെങ്കിലും സെക്യൂരിറ്റി പിടിച്ചു വെച്ചിട്ടുണ്ടോ പ്രജിത്ത്? എന്തൊക്കെയാണ് ഈ അതിഥികൾ എപ്പോഴേക്ക് എത്തും? മറ്റുള്ളവർ എപ്പോൾ നമ്മളോടൊപ്പം ഈ ലൈവായിട്ട് ചേരും? ശാലിനി അടക്കമുള്ളവർക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ലൈവായി കയറാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐസൻ ഇപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ ഇല്ല. ഐസൻ ഉള്ളത് നമ്മുടെ വേദിയിലാണുള്ളത്. നമ്മൾ ഈ കപ്പലിന്റെ ഭാഗത്തുമാണുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പെട്ടെന്ന് ഈ ലൈവിലേക്ക് കയറ്റാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. മറ്റുള്ളവർ ഉടൻ തന്നെ, ശാലിനി അടക്കമുള്ളവർ ഉടൻ ലൈവിൽ കയറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മന്ത്രിമാരടക്കം മുഖ്യമന്ത്രിയുമൊക്കെ വളരെ കുറച്ച് നേരത്തുള്ളിൽ, ഇനി അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് പോലും ഇല്ല എന്നുള്ളതാണ്. അതിനുള്ളിൽ അവർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ആദ്യം ഈ ഷിപ്പിന്റെ അടുത്തേക്കായിരിക്കും അവർ പോകുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് നൽകുന്ന വിവരം. അതിന് ഷിപ്പിന്റെ അടുത്ത് പോയി അവിടെ ഈ വാട്ടർ സൈഡ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവർ വേദിയിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ടിൻഡു, ഈ ചടങ്ങുകളുടെ ഒരു ക്രമം ഒന്ന് കൃത്യമായി പറയാൻ കഴിയുമോ? അതായത് എങ്ങനെയാണ് ആദ്യം അവർ അങ്ങോട്ടാണോ പോകുന്നത് എന്നൊക്കെയുള്ള അടക്കമുള്ള കാര്യങ്ങൾ? നമുക്ക് ആദ്യം എന്തായാലും ഒരു ഔദ്യോഗിക പരിപാടി ഇവിടെ സ്റ്റേജിലുണ്ടായിരിക്കും. അതിനുശേഷം ഒരു അതല്ലേ, ആദ്യം ഒരു ഔദ്യോഗിക പരിപാടി എന്തായാലും നമുക്ക് ഈ സ്റ്റേജിലുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പോർട്ടിലോട്ട് വരും. പോർട്ടിൽ വന്നിട്ട് ഒരു വാട്ടർ സല്യൂട്ട് നൽകുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഈ വാട്ടർ സല്യൂട്ട് കൊടുത്താണ് വെസൽ, അതായത് ഈ സുരക്ഷ, ഇന്നലെ നമ്മൾ കണ്ട ഡഗുകൾ വാട്ടർ സല്യൂട്ട് കൊടുത്താണ് കപ്പലിനെ അകത്തേക്ക് കയറ്റിയത്. എന്നാൽ ഇന്ന് ഔദ്യോഗികമായിട്ടൊരു വാട്ടർ സല്യൂട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുശേഷം ട്രയൽ റൺ എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും കണ്ടെയ്നറുകൾ ഇറക്കും. അതിനുശേഷം ഫ്ലാഗ് ഓഫ് അങ്ങനെ 3 തരത്തിലായിട്ടാണ് ചിട്ടപ്പെടുത്തിയത്. അതിനുശേഷം ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം എന്തായാലും ഇന്ന് പോർട്ടിൽ നിന്ന് കപ്പൽ പോകുന്നില്ല എങ്കിൽ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം എല്ലാവരും പിരിയുന്നതായിരിക്കും. എന്തായാലും വിപുലമായിട്ടുള്ള രീതിയിലുള്ള ഒരു പരിപാടി തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 10 മണിയോട് കൂടി തന്നെ എല്ലാവരും എത്തും. അപ്പോൾ 10 മണിക്ക് ശേഷം ഈ പരിപാടികൾ തുടങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് കടലായിരുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് കടലായിരുന്നു. 1990 ഈ പോർട്ട് നിർമ്മിക്കാനുള്ളൊരു ആലോചനയിലേക്ക് വരുന്നു. 2000 ആയപ്പോഴേക്കും കരാറ് വിളിക്കുന്നു. പക്ഷേ കരാറ് എന്തൊക്കെയോ പ്രശ്നങ്ങൾക്കായി അത് മുടങ്ങിപ്പോകുന്നു. വീണ്ടും 2008 കൂടി കരാർ ഏറ്റെടുക്കുന്നു. പിന്നെ വലിയൊരു സമരം കാണുന്നു. സമരം കഴിയുന്നു. ഓഹി വരുന്നു. ഓഹിയാണ് ഒരു പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം നിന്നിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. കാരണം ഒരു പകുതി ശതമാനത്തോളം, അതായത് ഇപ്പോൾ നമുക്ക് നിലവിൽ ബെർത്ത് 400 മീറ്ററാണ്. അതിനു വേണ്ടിയിട്ട് ഒരു 3000 മീറ്റർ പുലിമുട്ടിന്റെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. പക്ഷേ ഓഹി വന്ന സമയത്ത് തന്നെ വലിയ ശക്തമായ രീതിയിലുള്ള തിരമാല
തിരമാല ഈ പുലിമുട്ടുകളെയും കല്ലുകളെയൊക്കെ ഒഴുക്കിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ ആ സ്വാഭാവികമായിട്ടുള്ള ആഴം, ഈ കല്ലുകൾ വീണ് അടഞ്ഞ് അല്ലെങ്കിൽ ആഴം കുറയുകയാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയായി. അപ്പോൾ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം എന്ന യാഥാർത്ഥ്യം സംഭവിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് 2024 വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിച്ചു. ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം 3 ചുറ്റാലും കടലാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഇന്ത്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഈ തീരങ്ങളിലുള്ള തുറമുഖങ്ങൾ ലോക വ്യവസായ മേഖലയ്ക്ക് അല്ലെങ്കിൽ കടൽ വ്യവസായ മേഖലയിൽ ഒരു വലിയ വാതിൽ തുറന്നു കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ വിഴിഞ്ഞം കൊണ്ട് നമുക്ക് പറയാം. സ്വാഭാവികമായിട്ടും ഉള്ള തുറമുഖം എന്നതിലുപരി, നമുക്ക് ഒരു തുറമുഖം വരുന്നു എന്നതിലുപരി നമ്മൾ അതിൽ വെക്കേണ്ട പ്രതീക്ഷ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയൊരു വാതിൽ തുറന്നു കൊടുക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് വിഴിഞ്ഞം നൽകുന്നത്. അപ്പോൾ എന്തായാലും അഭിമാനമാണ് ഈ ഒരു മണ്ണിൽ നിൽക്കുന്നതിന്. നമ്മുടെ ഏതാണ്ട് 100 മീറ്റർ പുറകെ കപ്പൽ കാണാം. അപ്പോൾ ആ കപ്പൽ നമുക്ക് കപ്പലിന്റെ ഏറ്റവും അടുത്തുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നു. അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും അല്പസമയത്തിനകം ഈ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും. പ്രജിത്തിന് എന്തോ പറയാനുണ്ടോ? പ്രജിത്തിനെയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഞാനൊരു കൊല്ലത്തുകാരനാണ്. അപ്പോൾ ഈ പണ്ട് വിഴിഞ്ഞത്തെ പറ്റിയുള്ള ഈ പഠനം നടക്കുന്ന സമയത്ത് കൊല്ലത്തെ തോട്ടണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിനെ പറ്റിയുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് എത്തിക്കുന്ന തോട്ടണ്ടികളൊക്കെ ഈ ദുബായ്, സിംഗപ്പൂർ, നമ്മുടെ കൊളംബോ, സിംഗപ്പൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ ഫീഡർഷിപ്പുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ വിഴിഞ്ഞം വരുന്നതോടുകൂടി നേരിട്ട് ഇവിടേക്ക് അത്തരം വസ്തുക്കളൊക്കെ എത്തിക്കാൻ കഴിയും. ഇപ്പോൾ നാളെ പണ്ടൊരിക്കലൊരു തമാശയായി ആരോ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ. ലുലു മാൾ വരുമ്പോൾ ലുലു മാളിലേക്കുള്ള സാധനങ്ങൾ വരെ നേരിട്ട് ഇനി വേണമെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വലിയ വ്യാവസായിക മാറ്റങ്ങൾക്കുള്ള പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം രംഗത്തേക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. വലിയ ആഡംബര കപ്പലുകൾ, അത്യാഡംബര കപ്പലുകളൊക്കെ നേരിട്ട് വിഴിഞ്ഞത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ നിന്ന് ആളുകൾക്ക് മറ്റിടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിന്റെ വിവിധ ടൂറിസം സ്പോട്ടുകളിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകാം. കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി ഇപ്പോഴുള്ള ചെറിയ തുറമുഖങ്ങൾ, അവയുടെ സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട്. കാരണം ഈ വലിയ ആഡംബര കപ്പലുകൾ, വലിയ ഇത്തരം ഷിപ്പുകളൊക്കെ വരുന്നതനുസരിച്ച് ഇപ്പോൾ മറ്റ് തുറമുഖങ്ങളിലേക്കും അവിടം കേന്ദ്രീകരിച്ചുള്ള പുതിയ വ്യവസായ സംരംഭങ്ങൾക്കും ടൂറിസം സാധ്യതകൾക്കും ഒക്കെ ഒട്ടനവധി, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള സാധ്യതകൾക്കും പ്രതീക്ഷകൾക്കും ഒക്കെ തന്നെയാണ് ഈ വിഴിഞ്ഞം തുറമുഖം നമുക്ക് നൽകുന്ന പ്രതീക്ഷകൾ, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ രംഗത്തുമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ കേരളത്തിൻ്റെ നമ്മളെപ്പോഴും പറയുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ അപ്പുറത്തേക്ക് ഈ ഒരു തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വ്യവസായത്തിൻ്റെയും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങൾ കൂടി വരുമ്പോൾ അത് കൂടുതൽ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തേക്കൊക്കെ കൂടുതൽ സംഭാവന ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളും അതിനുള്ള ഇച്ഛാശക്തിയുമാണ് നമുക്ക് വേണ്ടത്. പുതിയ വ്യവസായങ്ങൾ വരണം, അനുബന്ധ സേവന മേഖലകൾ വരണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ സംരംഭങ്ങളും വരണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം. അങ്ങനെ ഒട്ടനവധി സമഗ്രതലത്തിലുള്ള മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൂടി പൂർത്തിയാക്കുമ്പോൾ വിഴിഞ്ഞം എന്നത് കേരളത്തിൻ്റെ ഒരു വ്യാവസായിക രംഗത്തെ അത് വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമായി മാറുമെന്നുള്ളതിൽ തർക്കമില്ല. പ്രദീപ്, എന്തായാലും ഇനി കുറച്ച് നേരങ്ങൾ കൂടി മാത്രമാണ് ഈ ഉദ്ഘാടന പരിപാടികൾ ഔദ്യോഗികമായി തുടങ്ങാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നൊരു മാറ്റമുണ്ട്. ആദ്യം ഔദ്യോഗിക പരിപാടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ടിൻഡു പറയുന്നത്. മറ്റ് കാര്യങ്ങൾ കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെയും അവരൊക്കെ എത്തിച്ചേരുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് ഉദ്ഘാടന ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനും കഴിയും. പ്രദീപ്.